ഫുട്ബോൾ ലോകകപ്പിന് ഇനി അധികകാലമില്ല. വെറും 62 ദിവസങ്ങൾക്കപ്പുറം ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കം ആരംഭിക്കും. എല്ലാ വൻകരകളിലും എല്ലാ രാജ്യങ്ങളിലും ഈ ടൂർണമെൻറ്റ് കാണാനും ആർപ്പ് വിളിക്കാനും ആളുണ്ട്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കാണുന്ന സ്പോർട്സ് ഇവൻറ്റും ഫുട്ബോൾ ലോകകപ്പാണ്. ഇങ്ങനെ ഈ ടൂർണമെൻറ്റിനായി ലോകത്തുടനീളം കാത്തിരിക്കുന്നവരിൽ നമ്മൾ ഇന്ത്യക്കാരും വിശിഷ്യ മലയാളികളുമുണ്ട്. അപ്പോൾ പൊതുവെയുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇക്കുറി ലോകകപ്പ് ഇന്ത്യൻ സമയം എപ്പോൾ നടക്കും? രണ്ട്, ആരാണ് ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റേഴ്സ്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം പരിശോധിക്കാം. 1-2 ദിവസങ്ങളായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ കറങ്ങുന്നൊരു വാർത്തയുണ്ട്. ലോകകപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നതാണത്. 2025 ജൂലൈയിൽ തന്നെ ഫിഫ ലേലം ആരംഭിച്ചെങ്കിലും ഇതുവരെയും ആരും അവകാശം വാങ്ങിയിട്ടില്ല. 2026, 2030 ലോകകപ്പുകളുടെ സംപ്രേഷണാവകാശം ഒരുമിച്ച് വിൽക്കാനാണ് ഫിഫയുടെ പ്ലാൻ. പക്ഷേ ലോകകപ്പ് അടുത്തെത്തിയിട്ടും ആരും ഏറ്റെടുക്കാത്തതിനാൽ ഫിഫ തങ്ങൾ ആദ്യം ഉന്നയിച്ച് $100 മില്യൺ എന്നത് $35 മില്യൺ കുറച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആരും വാങ്ങിയിട്ടില്ല. അതായത് 833 കോടിയിൽ നിന്നും 324 കോടിയാക്കി കുറച്ചിട്ടും ആരും ഏറ്റെടുത്തില്ല എന്ന യാഥാർത്ഥ്യം. ലേലത്തിൽ മുന്നിലുള്ള ജിയോസ്റ്റാർ 2 ലോകകപ്പുകൾക്കുമായി ഏകദേശം $25 മില്യൺ വിലയിട്ടിരിക്കുന്നത്. മുമ്പ് വയോകോം ഖത്തർ ലോകകപ്പിനായി $62 മില്യൺ ഏകദേശം 450 കോടി രൂപ നൽകിയിരുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞതും സംപ്രേഷണ കമ്പനികൾക്ക് തിരിച്ചടിയായി പറയുന്നുണ്ട്. ഫിഫ ഉദ്ദേശിച്ച പണം കിട്ടാത്തതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, സ്റ്റാർ ഇന്ത്യയും റിലയൻസിൻ്റെ വയോകോമും തമ്മിൽ ലയിച്ചതോടെ ലേലത്തിൽ വലിയ മത്സരമില്ലാതെയായി. മറ്റൊരു എതിരാളിയായ സോണി പിക്ചേഴ്സ് ഇപ്പോൾ കാര്യമായി വിനോദ പരിപാടികളിലാണ് ശ്രദ്ധിക്കുന്നത്. മറ്റൊന്ന്, ക്രിക്കറ്റിൻ്റെ പോപ്പുലാരിറ്റിയാണ്. ക്രിക്കറ്റിനെ പോലെ വിപണന സാധ്യത ഇന്ത്യക്ക് ഫുട്ബോളിലില്ല. കൂടെ സമയക്രമം ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് നല്ലൊരു ശതമാനം മത്സരങ്ങൾ നടക്കുക. എങ്കിലും കേരളം, ഗോവ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, മെട്രോ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ഫുട്ബോൾ കാണാൻ കോടിക്കണക്കിന് പേരുണ്ട്. പക്ഷേ ഫിഫയ്ക്ക് മുന്നിൽ പരമാവധി ബാർഗെയിൻ ചെയ്യാനാണ് ജിയോസ്റ്റാറിൻ്റെ പ്ലാൻ. ഇത് കണ്ട് ഫിഫ സി എൻ്റർടൈൻമെൻറ്റ്സിനെ സമീപിച്ചതായും വാർത്തകളുണ്ട്. കേരളത്തിലടക്കമുള്ള ആരാധകരുടെ മറ്റൊരു പ്രധാന കൺസേൺ ലോകകപ്പിൻ്റെ സമയക്രമമാണ്. പോയ ഖത്തർ ലോകകപ്പ് മലയാളികൾക്ക് ഏതാണ്ട് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. രാത്രി 9:30, വൈകിട്ട് 3:30, 6:30, രാത്രി 8:30, 9:30 എന്നീ സമയങ്ങളിലായിരുന്നു ഖത്തറിലെ പല മത്സരങ്ങളും. ഫൈനൽ ഇറങ്ങിയേറിയത് രാത്രി 8:30. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറയുന്നത് 2 മണിക്കൂറും 30 മിനിറ്റും മാത്രമാണ്. പക്ഷേ ഇക്കുറി കളി നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായാണ്. ഇന്ത്യയും ന്യൂയോർക്കും തമ്മിൽ 10.5 മണിക്കൂർ സമയവ്യത്യാസമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ കാര്യവും ഏതാണ്ട് സമാനം തന്നെ. അപ്പോൾ ലോകകപ്പിൻ്റെ സമയക്രമങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് പരിശോധിക്കാം. ഈ ലോകകപ്പ് കാണാൻ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ രാവിലെ എണീറ്റതിന് ശേഷം കാണാവുന്ന മത്സരങ്ങളുമുണ്ട്. ലോകകപ്പിലെ കിക്ക് ഓഫായ മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക മത്സരം തുടങ്ങുന്നത് രാത്രി 12:30. പക്ഷേ ബ്രസീലിൻ്റെ മൊറോക്കോയുമായുള്ള ആദ്യ മത്സരം പുലർച്ചെ 3:30. ബ്രസീൽ ഹെയ്ത്തി മത്സരം രാവിലെ 6:30, ബ്രസീൽ സ്കോട്ട്ലാൻഡ് മത്സരം പുലർച്ചെ 3:30. എന്നാൽ അർജന്റീന ആരാധകർക്ക് ഇക്കുറി അധികം ഉറക്കമിളക്കേണ്ട ആവശ്യമില്ല. അർജന്റീനയുടെ അൾജീരിയക്കെതിരായ ആദ്യ മത്സരം രാവിലെ 6:30, ഓസ്ട്രിയക്കെതിരായ മത്സരം രാത്രി 10:30, ജോർഡനുമായുള്ള മത്സരം രാവിലെ 7:30. ജോലിക്ക് കുറച്ച് ലേറ്റായാലും അധികം ഉറക്കം കളയേണ്ടി വരില്ല. ഫ്രാൻസിൻ്റേത് 2 12:30, 1 രാത്രി 2:30. സ്പെയിൻ ആരാധകർക്കും സന്തോഷമാണ്. കാരണം രാത്രി 9:30 അവരുടെ 2 മത്സരങ്ങൾ, ഒന്ന് രാവിലെ 5 മണിക്കും. ചില ടീമുകൾക്ക് രാവിലെ 8:30 ആരംഭിക്കുന്ന മത്സരങ്ങളുമുണ്ട്. റൗണ്ട് 32 മത്സരങ്ങളും ഏതാണ്ട് ഇതുപോലെയുള്ള സമയങ്ങളിൽ തന്നെയാണ്. രാത്രി 9:30, 10:30, 12:30, 1:30, 2:30, പുലർച്ചെ 5:30 എന്നീ സമയങ്ങളായാണ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ. രാത്രി 12:30, 1:30, 2:30, പുലർച്ചെ 6:30 ടൈമുകളിലാണ് ക്വാർട്ടർ ഫൈനൽ. 2 സെമി ഫൈനലുകളും രാത്രി 12:30, ഫൈനലും രാത്രി 12:30 തന്നെ. എന്നാൽ നമുക്ക് രാത്രിയാണ് മത്സരങ്ങളെങ്കിലും അമേരിക്കയിൽ നട്ടുച്ചക്കാണ് മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ചൂട് ടീമുകൾക്കൊരു പ്രധാന കൺസേൺ ആണ്. ഈ രോഷം തണുപ്പിക്കാൻ 2 ഹാഫിലും ഫിഫ 3 മിനിറ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ ഈസ്റ്റേൺ, സെൻട്രൽ പസഫിക് എന്നിങ്ങനെ ഒരുപാട് ടൈം സോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്കും ലോസ് ഏഞ്ചൽസും തമ്മിൽ തന്നെ 3 മണിക്കൂറോളം സമയവ്യത്യാസമുണ്ട്. മെക്സിക്കോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങുന്ന മത്സരമാണ് നമ്മൾ ഇവിടെ രാത്രി 12:30 കാണുക. USA വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മത്സരം നമ്മൾ പുലർച്ചെ 4:30 കാണും. കൂടുതൽ യൂറോപ്യൻസിന് കൃത്യസമയത്ത് കാണാവുന്ന വിധത്തിലാണ് ക്രമീകരണം. ഉദാഹരണം, ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇംഗ്ലീഷ് ടൈമിങ്ങിൽ രാത്രി 9:00, 10:00. ലോകകപ്പിലെ ടീമുകളുടെ എണ്ണം കൂട്ടിയതിനാൽ ചറപറ മത്സരങ്ങളുണ്ടാകും. പക്ഷേ അമേരിക്കൻ സ്റ്റേഡിയങ്ങളും ചൂടും വൈബ് നശിപ്പിക്കുമെന്ന് കരുതുന്നവരും ഏറെയാണ്.